പച്ചക്കറികൾക്കിനി ഷെൽട്ടറിൽ കഴിയാം. മഴക്കാലത്തെ പച്ചക്കറി കൃഷി സമ്പുഷ്ടമാക്കാൻ കുമരനെല്ലൂർ സ്വദേശി നിർമ്മിച്ച റെയിൻ ഷെൽട്ടർ ശ്രദ്ധേയമാവുന്നു. കപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ താമസിക്കുന്ന കുമരനെല്ലൂർ സ്വദേശി ആളത്ത് ഉമറുൽ ഫാറൂഖ് എന്ന യുവകർഷകനാണ് കൃഷിവകുപ്പിന്റെ പച്ചക്കറി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി റെയിൻ ഷെൽട്ടർ നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. ഏകദേശം 1 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന പദ്ധതിയിൽ 50,000 രൂപ കൃഷിവകുപ്പിൽ നിന്നാണ് ലഭിച്ചത്. തന്റെ വീട്ടുവളപ്പിൽ നിരവധി ഇനത്തിൽപ്പെട്ട പച്ചക്കറി കൃഷികളാണ് ഫാറൂഖ് കൃഷി ചെയ്യുന്നത്. കാലാവസ്ഥയിൽ വരുന്ന മാറ്റത്തിൽ നിരവധി കൃഷികളാണ് ഫാറൂഖിന് നഷ്ടപ്പെട്ടത്. അപ്പോഴാണ് കൃഷിവകുപ്പിൽ നിന്ന് ഇത്തരമൊരു പദ്ധതിയെക്കുറിച്ച് ഫാറൂഖ് അറിയുന്നത്. ഉടനെ തന്നെ കൃഷിവകുപ്പുമായി ബന്ധപ്പെടുകയായിരുന്നു. തുടർന്ന് പഞ്ചായത്ത് പരിധിയിൽ തന്നെ 2 സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ റെയിൻ ഷെൽട്ടറുകൾ നിർമ്മിച്ച് വീടുകൾ ഫാറൂഖ് നേരിൽ കണ്ടതിനു ശേഷമാണ് തന്റെ വീട്ടിലും ഇത്തരത്തിൽ ഷെൽട്ടർ നിർമ്മിക്കാൻ ഫാറൂഖ് തീരുമാനിച്ചത്. തുടർന്ന് ഷെൽട്ടറിന്റെ നിർമ്മാണം തുടരുകയും ചെയ്തു. ഏത് കാലാവസ്ഥയിലും പച്ചക്കറി കൃഷിയിൽ കൂടുതൽ വിളവ് ലഭിക്കാൻ ഇത് സഹായകരമാകും. കപ്പൂർ കൃഷിവകുപ്പിന്റെ സഹായത്തോടെ നിർമ്മിച്ചു നൽകിയ റെയിൻ ഷെൽട്ടറിന്റെ ഉദ്ഘാടനം കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു മാവ്ര നിർവഹിച്ചു. നമ്മുടെ പല തരത്തിലുള്ള അസുഖങ്ങൾ അതുപോലെ തന്നെ ജീവിത ശൈലി രോഗങ്ങളൊക്കെ വരുന്നത് പ്രധാനമായും നമ്മുടെ ഭക്ഷണ രീതിയിലൂടെ ഭക്ഷണക്രമത്തിലൂടെയൊക്കെ തന്നെയാണ്. നമ്മൾ വിദ്യാലയങ്ങൾ മുതൽ തന്നെ ജൈവ പച്ചക്കറിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള യുവാക്കൾ കർഷക രംഗത്തേക്ക് ഇറങ്ങി വരുന്നത് അഭിനന്ദനാർഹമാണ്. തീർച്ചയായും ഇത് മറ്റുള്ളവർക്കും കൂടി ഒരു പ്രചോദനമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ കൃഷി ഓഫീസർക്കും അതുപോലെ തന്നെ ഉമ്മർ ഫറൂഖിനും കുടുംബത്തിനുമൊക്കെ എല്ലാവിധ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി കൃഷി അസിസ്റ്റന്റ് പ്രവീൺ സ്വാഗതം പറഞ്ഞ ചടങ്ങ് വാർഡ് മെമ്പർ അമീൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ഷെൽട്ടറിൽ പച്ചക്കറി തൈ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വെച്ചുപിടിപ്പിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ അലി കുമരനെല്ലൂർ, PG വിമൽ, ഉഷകുമാരി, ഷഫീഖ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃത്താല.